നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിൽ ഈസ്റ്ററോടനുബന്ധിച്ചുള്ള 2 ആഴ്ച കാലയളവിൽ കൊറോണ വൈറസ് ബാധിച്ചു മരിക്കുന്നവരുടെ എണ്ണം ഏറ്റവും ഉയരത്തിലെത്താമെന്ന് വൈറ്റ് ഹൌസിന്റെ ഗുരുതര മുന്നറിയിപ്പ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് കണ്ട് മരണസംഖ്യ 2 ലക്ഷം വരെ ഉയർന്നേക്കാമെന്നും വൈറ്റ് ഹൌസ് കണക്കുകൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഠനം ഏറെ വൈറലായി മാറിയിരിക്കുകയാണ്. സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വെളിച്ചം വീശുന്നതാണ് മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനം ഫലപ്രദമായി തടയാൻ സാധിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന് സാംക്രമിക രോഗ ചികിത്സാ രംഗത്തെ അമേരിക്കയിലെ പ്രമുഖ ഡോക്ടറായ ആന്റണി ഫൗസി പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വ്യാപനം ഫലപ്രദമായി തടഞ്ഞില്ലെങ്കിൽ മരണസംഖ്യ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആകാമെന്ന് വൈറ്റ് ഹൌസിൽ അവതരിപ്പിച്ച പഠന റിപ്പോർട്ട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ അമേരിക്കയിൽ സാമൂഹിക അകലം പ്രാവർത്തികമായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനെ തടയാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടണം. ഈ പഠന റിപ്പോർട്ട് തെറ്റായി തീരാൻ വൈറ്റ് ഹൌസിലെ കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായ ഡെബോറ ബിക്സ് പറയുകയും ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മരണസംഖ്യ 22 ലക്ഷം കടക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരണസംഖ്യ 1 ലക്ഷമാക്കി കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയ കാര്യമാണ് എന്നാണ് കരുതുന്നത്. ജൂൺ 1 കോവിഡ് നിയന്ത്രണ വിധേയമാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. രോഗം രാജ്യത്ത് വ്യാപകമായി പടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക അകലം ഏപ്രിൽ 30 വരെ നീട്ടിയിട്ടുമുണ്ട്. US-ൽ ഞായറാഴ്ച 264 പേരാണ് കൊറോണ ബാധിച്ചു മരിച്ചത്. അമേരിക്കയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 1,44,854 ഉയർന്നിരിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ പഠനം പറയുന്നത് പോലെ 2 ലക്ഷത്തിലേറെ പേരുടെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരും അമേരിക്ക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.